സ്വർണ്ണവിലയിൽ ഇപ്പോഴത്തെ ഇടിവിൽ ആശ്വസിക്കേണ്ടെന്ന സൂചന നൽകിയിരിക്കുകയാണ് പ്രമുഖ സാമ്പത്തിക സ്ഥാപനം. ഈ വർഷത്തെ രണ്ടാം പകുതിയോടെ സ്വർണ്ണവില വീണ്ടും കുതിപ്പ് തുടങ്ങുമെന്നാണ് മുന്നറിയിപ്പ്. US ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ തുടർന്നും മാറ്റം വരുത്തിയില്ലെങ്കിൽ വില മുകളിലേക്ക് കയറുമെന്നാണ് പ്രവചനം. സ്വർണ്ണവിലയിലെ ഇപ്പോഴത്തെ ഇടിവിൽ ആശ്വസിക്കേണ്ടെന്ന സൂചന നൽകുകയാണ് പ്രമുഖ സാമ്പത്തിക സ്ഥാപനമായ UBS. ഈ വർഷത്തെ രണ്ടാം പകുതിയോടെ സ്വർണ്ണവില വീണ്ടും കുതിച്ചു തുടങ്ങുമെന്നാണ് അവർ നൽകുന്ന മുന്നറിയിപ്പ്. US ഫെഡറൽ റിസർവ് പലിശ നിരക്കിൽ തുടർന്നും മാറ്റം വരുത്തിയില്ലെങ്കിൽ വില മുകളിലേക്ക് കയറും. പശ്ചിമേഷ്യൻ സംഘർഷമാണ് സ്വർണ്ണക്കുതിപ്പിന് സഡൻ ബ്രേക്ക് ഇട്ടത്. നേരത്തെ ഔൺസിന് $5,500 വരെ എത്തിയ സ്വർണം യുദ്ധം കനത്തതോടെ കൂപ്പുകുത്തുകയായിരുന്നു. നിലവിൽ $4,033 വ്യാപാരം പുരോഗമിക്കുന്നത്. നിക്ഷേപ താൽപര്യം കുറഞ്ഞതും ജ്വല്ലറി ഡിമാൻഡ് ഇടിഞ്ഞതുമെല്ലാം സ്വർണ്ണവിലയിലെ കുതിപ്പിന് തടയിട്ടിട്ടുണ്ട്. സ്വർണ്ണവില ഉയർന്നു തുടങ്ങിയതോടെ ആഭരണങ്ങളെ കൈവിട്ട് സ്വർണ്ണ നാണയങ്ങളിലേക്കും കട്ടികളിലേക്കും പ്രേമികൾ തിരിഞ്ഞു കഴിഞ്ഞു. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അവയുടെ ഡിമാൻഡും ഇടിഞ്ഞെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. രണ്ടാം പാദത്തിൽ സ്വർണ്ണക്കട്ടികളുടെയും നാണയങ്ങളുടെയും ആവശ്യം 307 മെട്രിക് ടണ്ണായി കുറഞ്ഞതായും വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകളും പറയുന്നുണ്ട്. തൊട്ടുമുമ്പത്തെ 2 പാദങ്ങളിലും ഇത് 400 ടണ്ണിൽ അധികമായിരുന്നു. ഓവർ ദി കൗണ്ടർ ഇടപാടുകൾ ഒഴികെയുള്ള നിക്ഷേപ ആവശ്യങ്ങളും കൂപ്പുകുത്തിയിട്ടുണ്ട്. മുൻവർഷം 487 ടണ്ണായിരുന്നു നിക്ഷേപം. 262 ടണ്ണായാണ് ഇടിഞ്ഞതും. ഫെഡറൽ റിസർവിന്റെ നിലപാടായിരിക്കും സ്വർണ്ണവിലയെ ഇനി വലിയ തോതിൽ സ്വാധീനിക്കാൻ പോകുന്നത്. ഓഗസ്റ്റിൽ US ഫെഡ് പലിശ നിരക്കിൽ മാറ്റം വരുത്തിയിട്ടില്ല. സെപ്റ്റംബറിലും കാര്യമായ മാറ്റം നിക്ഷേപകർ പ്രതീക്ഷിക്കുന്നുമില്ല. എന്നിരുന്നാലും ഈ വർഷം പലിശ നിരക്ക് കൂട്ടാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ടെന്ന് തന്നെയാണ് വലിയ വിഭാഗം നിക്ഷേപകരുടെയും വിലയിരുത്തൽ. അതേസമയം സെപ്റ്റംബറോടെ സ്വർണ്ണവില $4,400 എത്തുമെന്നാണ് UBSന്റെ പ്രവചനം. ഡിസംബർ ഇത് $4,600 ആയേക്കും. 2027 മാർച്ചോടെ വീണ്ടും $5,000 തൊടും. ജൂണിൽ $5,200 വരെ വില ഉയരാനും സാധ്യതയുണ്ടെന്നും UBS പ്രവചിക്കുന്നുണ്ട്. $3,850 താഴേക്ക് വില പോയാൽ കേരളത്തിലും വിലയിൽ വലിയ ആശ്വാസമുണ്ടാകും. പവൻ വില 1 ലക്ഷത്തിന് താഴേക്ക് പോകാനുള്ള സാധ്യതയും ഏറെയാണ്. എന്നാൽ ഓണം കഴിഞ്ഞാൽ വീണ്ടും വില ഉയർന്നേക്കും. അപ്പോഴേക്കും ഈ വർഷം സ്വർണത്തിന് വലിയൊരു കുതിപ്പ് പ്രവചിക്കുന്നില്ലെന്നതാണ് ആശ്വാസം. പരമാവധി 1.30 ലക്ഷം വരെ വില പോയേക്കുമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. GSTയും പണിക്കൂലിയുമെല്ലാം ചേരുമ്പോൾ വില എന്തായാലും 1.5 ലക്ഷം കടന്നേക്കും. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.